ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ ഗരം മസാല കൂട്ടാണ്. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം കുറഞ്ഞ അളവിലാണ് ചെയ്ത് കാണിക്കുന്നതും. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് പാൻ ചൂടായി വരുമ്പോഴേക്കും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 4 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ചേർക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും 12 ഏലക്കയും 3 കറുത്ത ഏലക്കയും 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകവും ഇനി വേണ്ടത് 12 ഗ്രാമ്പൂവാണ്. ഗ്രാമ്പൂവിന്റെ കൂടെ തന്നെ ഒരു ജാതിപത്രി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ കഷ്ണം കറുവപ്പട്ട ഒന്ന് ചെറുതായി മുറിച്ചതും 2 ബേ ലീഫ് ഒന്ന് കീറി ചേർത്തതും 1 സ്റ്റാർ അതിന്റെ കുരുവെല്ലാം നീക്കം ചെയ്ത് മസാലയിലേക്ക് ചേർക്കാം. ഇനി വേണ്ടത് പോപ്പി സീഡാണ്. പോപ്പി സീഡ് 1.5 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് മസാലകൾ ഒന്ന് വറുത്തെടുക്കാം. മസാലകൾ കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാനും സാധിക്കും. നല്ലതുപോലെ മൂത്തും സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് മസാലകളുടെ ചൂട് ആറി വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ കാറ്ററിംഗുകാരുടെ പെർഫെക്റ്റ് ഗരം മസാല നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിയുടെ ചൂട് ആറി വരുമ്പോഴേക്കും ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് മാറ്റാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള അളവുകൾ ഒന്ന് കൂട്ടിയെടുത്താലും മതിയാകും. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.